ഒരു മോർണിംഗ് റൂട്ടീൻ വീഡിയോ ചെയ്യാമെന്ന് കരുതിയൊക്കെ സെറ്റായിട്ടാണ് കിടന്നുറങ്ങിയതെങ്കിലും രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ബാക്ക് പെയിനും കൊണ്ടാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് എൻ്റെ പ്ലാൻ എല്ലാം പൊട്ടിപ്പോയി. എന്നാലും വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി, കാരണം ഒക്കെ വിചാരിച്ചു പോയതല്ലേ, അപ്പോൾ പിന്നെ എടുക്കാതിരുന്ന എങ്ങനെയാണ്. അപ്പോൾ എഴുന്നേറ്റ പാടെ എന്നെ ചായയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി ലൂക്കാച്ചന് ഫുഡ് കൊടുക്കലാണ്. ഫുഡ് കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ്റെ അടുത്തിരുന്ന് അവനോട് കുറച്ച് നേരമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടി തുടങ്ങുക. ഇന്ന് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ എന്തായാലും ലേറ്റായപ്പോൾ ഞാൻ കരുതി ഒരു ചെമ്മീൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഒരു ബിരിയാണി അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് കരുതി. അതാകുമ്പോൾ അത്ര പണിയില്ലല്ലോ. അപ്പോൾ വേഗം ബിരിയാണിക്കുള്ള പരിപാടിയൊക്കെ നോക്കി 2 ഗ്ലാസ് അരി ഇട്ടിട്ടാണ് വെക്കുന്നത്. അതിനനുസരിച്ച് 4 ഗ്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അരിയൊക്കെ നന്നായിട്ട് കഴുകി ഞാൻ കുക്കറിലാണ് വെക്കാറ്. അതാകുമ്പോൾ ഈസിയാണ്. കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ഈ പട്ട, ഗ്രാമ്പൂ അതൊക്കെ ഇടാൻ ഞാൻ മറന്നുപോയി ആദ്യം. അപ്പോൾ ഒക്കെ ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ ഇട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിലെ വെള്ളമൊക്കെ പോക്കിയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യാറ്. ഞാനിവിടെ കോല എന്ന് പറഞ്ഞ ബിരിയാണി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കറക്റ്റ് 2 ഗ്ലാസ്സിന് ഇപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണെങ്കിൽ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ വെച്ചാൽ മതി. ചില ബിരിയാണി അരിയൊക്കെ ആകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും. റൈസിൻ്റെ വേവ് എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോകാറാണ്. പക്ഷേ ഇത് എനിക്ക് എപ്പോഴും പെർഫെക്റ്റായിട്ട് റൈസ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിട്ട് ഒരൊറ്റ വിസിൽ മതി. ഒരൊറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞൊന്ന് തുറന്നാൽ മതി. റൈസ് ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ സ്റ്റിക്കി പോലെ തോന്നുമെങ്കിലും സ്റ്റിക്കൊന്നുമല്ല. കുറച്ച് നേരം ഒന്ന് പുറത്ത് കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് സെറ്റാണ്. അപ്പോൾ ഞാൻ ചെമ്മീൻ ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചതാണ്. ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെമ്മീൻ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. ഉള്ളി, തക്കാളി, പിന്നെ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് അധികം കുത്തുന്ന മസാല ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അത്യാവശ്യത്തിന് വേണ്ട ബിരിയാണി മസാല, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുന്നില്ല. കാരണം കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ. അപ്പോൾ അധികം എരിവ് വന്നാൽ അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സാധാരണ കുറച്ച് മസാലയിൽ അധികം സ്പൈസി അല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മസാല ഇവിടുന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം കുറച്ച് തൈരൊക്കെ കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം 2 പേർക്കും ബിരിയാണീൻ്റെ കൂടെ തൈര് നിർബന്ധമാണ്. അച്ചാറില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മസാലയൊക്കെ ആഡ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറച്ച് മസാലകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ, അധികം ഒന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ കൂടെ കുറച്ച് തൈരും ചേർത്ത് നന്നായിട്ട് നമ്മുടെ മസാല സെറ്റാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാനിടാൻ മറന്നുപോയതാണ്, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, മറന്നുപോയിടാൻ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ സെറ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 3 കോഴിമുട്ട കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് കരുതി 3 കോഴിമുട്ട കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണി മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ റൈസ് കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ലെയർ ആക്കണ്ട എന്ന് കരുതി. അപ്പോൾ പിന്നെ ആ റൈസ് അങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു സ്ലോ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കിസ്മിസൊക്കെ ജസ്റ്റ് നെയ്യിലൊന്ന് വറുത്ത് കോരിയിടുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് നമുക്കത് അങ്ങനെ അടച്ച് വെക്കാം. അങ്ങനെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ ദോശമാവ് കുറച്ചധികം ആട്ടി വെക്കാറാണ് പതിവ്. കാരണം രാവിലെ നേരത്തെ ചിലപ്പോൾ നമുക്ക് ലഞ്ച് തയ്യാറാക്കണം, അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ദോശമാവ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമല്ലോ. അപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് അവർക്ക് സ്കൂളിലേക്ക് സ്നാക്സിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഒന്നിച്ചിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് ആക്കാം. അതുവരെ ബിരിയാണി ഇവിടെ ഇരിക്കട്ടെ.
അപ്പോൾ കുട്ടികൾ യൂണിഫോം ചേഞ്ച് ചെയ്യലും അവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്യാറ്. അവരൊക്കെ വലുതായി പോയി. ഇപ്പോൾ മേക്കപ്പൊന്നും ഞാൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്ത് കൊടുത്താൽ തന്നെ അവർക്ക് കണ്ണെഴുതുന്നൊന്നും ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പറ്റുന്നില്ല. അവരവരുടേതായ ഐഡിയയിലൊക്കെയാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്യാറ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി ദോശയും പിടിച്ച് കുറേ നേരമായിട്ട് ഇരിക്കുന്നു. രണ്ടുപേരുടെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവരുടെ പരിപാടി കഴിയാത്തതുകൊണ്ട് ഞാൻ വേഗം ടിഫിൻ ബോക്സ് റെഡിയാക്കാൻ വേണ്ടി പോയി. അപ്പോൾ നേരത്തെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ സ്ലൈസാക്കി മുറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് കെച്ചപ്പ് ഒഴിച്ചിട്ട് കൊടുക്കാറാണ്. ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ മുഴുവൻ കഴിച്ചോളും. അല്ലാതെ വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ അത് അതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരുവിധം മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ദോശ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞാലും അവർ സ്കൂളിലെത്തില്ല. കാരണം അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് രണ്ടുപേരും ഭക്ഷണം കഴിക്കുക. അപ്പോൾ വാരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവർക്ക് കഴിക്കാൻ ഒറ്റയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും കഴിയില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് പാക്ക് ചെയ്യുമ്പോഴാണ് അവർ പറഞ്ഞത് എഗ്ഗ് വെക്കണ്ട, ചെമ്മീനുണ്ടല്ലോ അത് മതി, എഗ്ഗ് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എഗ്ഗ് അതിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഭംഗിക്ക് അച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും വേണ്ടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവർ കാണാതെയാണ് ഞാൻ വെച്ച് കൊടുത്തത്. അങ്ങനെ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് രണ്ടുപേരുടെയും മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതൊക്കെ കെട്ടിക്കഴിഞ്ഞ് ടാഗും ബെൽറ്റും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അവരെ സ്കൂളിൽ കൊണ്ടുവിടണം. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ. ഞാൻ തന്നെയാണ് രാവിലെ രണ്ടുപേരെയും കൊണ്ടുവിടാറ്. വൈകുന്നേരം കൊണ്ടുവരാറ് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതേ രണ്ടുപേരും കിറ്റൊക്കെ ആയി ഇപ്പോൾ നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. വളരെ അടുത്ത് തന്നെയാണ്, ഒരു 5-10 മിനിറ്റ് അത്രയേ ഉള്ളൂ. അങ്ങനെ രണ്ടുപേരെ സ്കൂളിലൊക്കെ വിട്ട് ഒരുവിധം വേഗം വീട്ടിലെത്തിയപ്പോൾ എന്നെ കാത്തിരുന്നവർ ഇവരൊക്കെ ആണെങ്കിലും ഞാൻ കാത്തിരുന്നത് ഇവരൊന്നുമല്ല, കുറച്ച് ബിരിയാണി കഴിക്കാനാണ് ഞാൻ ഇത്രയും നേരം കാത്തിരുന്നത്. കാരണം നന്നായിട്ട് വിശന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് സാവധാനം പണിയൊക്കെ തീർത്താൽ മതി. ഉച്ചയ്ക്കും ഞങ്ങൾ ബിരിയാണി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചൂടായതുകൊണ്ട് അധികം ആരും ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വേറെ ഫുഡൊന്നും വെച്ചില്ല. അപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.